ഹായ് പാർട്ട്നേഴ്സ്, ലാഭം കുറച്ച് കാണിക്കാൻ വേണ്ടി നമ്മുടെ തന്നെ മറ്റൊരു കമ്പനിക്ക് കുറഞ്ഞ വിലക്ക് സാധനങ്ങൾ വിറ്റാൽ സാറ്റ്ക അതോറിറ്റി സമ്മതിക്കുമോ? ഇവിടെയാണ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് എന്താണെന്ന് അറിയേണ്ടത്. ഇന്നത്തെ സൊല്യൂഷൻ അതാണ്. നമ്മളുമായി ബന്ധപ്പെട്ട കക്ഷികൾ തമ്മിൽ അഥവാ റിലേറ്റഡ് പാർട്ടീസുമായി ഇടപാട് നടത്തുമ്പോഴും തികച്ചും അപരിചിതരായ രണ്ട് ഇൻഡിപെൻഡന്റ് പാർട്ടീസുകൾ തമ്മിൽ നടത്തുന്നത് പോലെയുള്ള വിലയായിരിക്കണം എന്നതാണ് ഇൻകം ടാക്സ് നിയമത്തിലെ ആർട്ടിക്കിൾ 63C പറയുന്നത്. ആരാണ് ഈ റിലേറ്റഡ് പാർട്ടി എന്ന് ആർട്ടിക്കിൾ 64 പറഞ്ഞിട്ടുണ്ട്. ഒന്നാമതായി, വ്യക്തികളാണെങ്കിൽ ഭാര്യ, ഭർത്താവ് അല്ലെങ്കിൽ 4ാം തലമുറ വരെയുള്ള അപ് ടു ദ 4th ഡിഗ്രി ബന്ധുക്കളാണ് ഒന്നാം കാറ്റഗറിയിലുള്ളത്. 2, കമ്പനികളാണെങ്കിൽ നമ്മുടെ കമ്പനിയുടെ 50% അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഷെയറോ വോട്ടിംഗ് പവറോ കൺട്രോൾ ചെയ്യുന്ന മറ്റൊരു കമ്പനി, അല്ലെങ്കിൽ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന കമ്പനി. ഉദാഹരണത്തിന്, നമ്മൾ 100 റിയാൽ വിപണി വിലയുള്ള ഒരു സാധനം നമ്മുടെ സിസ്റ്റർ കമ്പനിക്ക് 60 റിയാലിന് വിറ്റു എന്ന് കരുതുക. ഇതിലൂടെ നമ്മുടെ ലാഭവും കുറയ്ക്കാം, ടാക്സും കുറയ്ക്കാൻ പറ്റും. പക്ഷേ സാറ്റ്ക ഓഡിറ്റിംഗിൽ ഇത് കണ്ടുപിടിച്ചാൽ അവർ ആ വില 60-ൽ നിന്ന് 100-ലേക്ക് മാറ്റി റീലൊക്കേറ്റ് ചെയ്യുകയും ആ 40 റിയാലിന് കൂടി നമ്മളെ കൊണ്ട് ടാക്സ് അടപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് സ്വന്തം കമ്പനികൾ തമ്മിലുള്ള ഇടപാടുകൾ എപ്പോഴും മാർക്കറ്റ് റേറ്റിൽ തന്നെയാണെന്ന് ഉറപ്പുവരുത്തണം. ഇനി ടാക്സ് ഉദ്യോഗസ്ഥർക്ക് നമ്മുടെ എത്ര വർഷം പുറകിലുള്ള ഫയലുകൾ വരെ പരിശോധിക്കാൻ പറ്റും. അടുത്ത വീഡിയോയിൽ അക്കാര്യം നമുക്ക് നോക്കാം. ഹോപ്പ് ടു സീ അഗൈൻ. നൗഷാദ് അക്യുറേറ്റ്.